ഹായ് ഫ്രണ്ട്സ്, ഫീക്ക് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കുന്ന വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നത്. ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ 3 പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഏകദേശം 600 ഗ്രാം ചിക്കൻ എടുക്കാം. അതുപോലെ ആവശ്യമുള്ള മസാലകളും എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ തൈരും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് വേണ്ടത് 4 പച്ചമുളക്, 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്തെടുക്കണം. സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മല്ലിയില 1/2 കപ്പ്, അതുപോലെ പുതിന ഇല 1/2 കപ്പ്. ഇതെല്ലാം റെഡിയാക്കി വെക്കുക. അതുപോലെ ഒരു തക്കാളി കട്ട് ചെയ്തെടുക്കണം. ഈ 2 കപ്പ് അരി കഴുകി വൃത്തിയാക്കി എടുക്കുക. നമ്മൾ 2 കപ്പ് അരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബസുമതി അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കുക. പിന്നെ അതിലേക്ക് കറുവാപ്പട്ട, പിന്നെ 6 ഗ്രാമ്പ്, 4 ഏലക്ക എന്നിവ ആഡ് ചെയ്യാം. ഇനി ഒരു 15 സെക്കൻഡ് നേരത്തേക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
അത് നന്നായി ഇളക്കി കൊടുക്കുക. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ സവോള ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരച്ചു വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ആഡ് ചെയ്യുക. എത്ര കപ്പ് റൈസാണോ എടുത്തത് അത്ര കപ്പ് തന്നെ ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മല്ലിയില, പുതിന ഇല എന്നിവ അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ 1ാമത്തെ വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കുറച്ച് സാലഡും അച്ചാറും കൂടി ചേർത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ബിരിയാണി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബിരിയാണിയുടെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്തത് യൂട്യൂബറായിട്ടുള്ള ഷാൻ ജിയോയുടെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള താങ്ക്സ് അറിയിക്കുന്നു. അതുപോലെ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചു. നന്നായിട്ടുണ്ട്. വിചാരിച്ചതിലും നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.